ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കൾ, ടെൽസില എന്ന് പറയുന്ന സ്മാർട്ട് വാച്ച് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത്. ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫുൾ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വാച്ച് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്കൊന്ന് നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഡയൽ മാറ്റുന്നതും ഫോട്ടോ സെറ്റ് ചെയ്യുന്നതും ടൈമും ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈലുമായിട്ട് കണക്ട് ആകുമ്പോൾ അത് സെറ്റാവും. അതല്ലാതെ തന്നെ നമുക്ക് മാനുവലായിട്ട് ഇതിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് സ്മാർട്ട് വാച്ച് മൊബൈലുമായി ആപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ വാൾപേപ്പർ ചേഞ്ച് ചെയ്യുന്നതും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ സുഹൃത്ത്, സ്മാർട്ട് വാച്ച് ഞാൻ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിതാ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ളതാണ്. അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വാച്ചുമായിട്ട് കണക്ട് ചെയ്യുന്നതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആദ്യം നമുക്ക് സോഫ്റ്റ്വെയർ ഇടട്ടെ, അതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇൻസ്റ്റാളായി കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ബാക്ക് വരുന്നത്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ്, ഇത് ഓൺ ആയിട്ടുണ്ട്. അതിന് നമുക്കൊരു ഇമെയിൽ ഐ ഡി എല്ലാം കൊടുക്കണം. ലോഡായി വരുന്നുണ്ട്, നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അതിന് ശേഷം ഇവിടെ അഗ്രി കൊടുക്കും. നമ്മൾ അഗ്രി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിതാ അതിൻ്റെ ആ ഒരു ഇത് മെയിനായിട്ടുള്ള ഇത് ഓണായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതാ ഈ ഒരു ഡയലിലാണ് പോകുന്നത്. ഇവിടെ പോയതിന് ശേഷം നമുക്ക് വാച്ചുമായിട്ട് കണക്ട് ചെയ്യാൻ QR കോഡ് സ്കാൻ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മളിതാ വാച്ച് എടുത്തിട്ടുണ്ട്. വാച്ചിൽ നമുക്കിനി QR കോഡോ സ്കാൻ ചെയ്യാനുള്ളത് നമുക്ക് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ വരുന്നു. ഇവിടെ വന്നതിന് ശേഷം അഗ്രി കൊടുക്കണം. വീണ്ടും പെർമിഷൻ നമ്മളോട് ചോദിക്കേണ്ടത്. ലൊക്കേഷൻ ഓണാക്കി കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷൻ നമ്മൾ ഓണാക്കിയിട്ട് അത് കൊടുത്തിട്ടുണ്ട്, അലോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബ്ലൂടൂത്ത് ഓണാക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. QR കോഡ് സ്കാൻ ചെയ്യണം നമുക്ക്. അപ്പോൾ അതിൻ്റെ അത് ചോദിക്കുന്നുണ്ട്. വീണ്ടും നമ്മളിതാ QR കോഡ്, സുഹൃത്തുക്കളെ QR കോഡ് എടുത്തിട്ടുണ്ട്. നമ്മളിതാ സ്കാൻ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ QR കോഡ് സ്കാൻ ചെയ്തപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു ഇതിലാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇത് അവിടെ അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. വാച്ചിൻ്റെ മോഡൽ ഡയലുകളെല്ലാം ഇവിടെ നമുക്ക് കാണിക്കുന്നു. ഉണ്ടല്ലേ, ഒരുപാട് ഡയൽസുകൾ കേട്ടോ. ഒരുപാട് വെറൈറ്റി ഡയലുകളാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലെല്ലാം ഫ്രീ തന്നെ കേട്ടോ. ഒരുവിധമൊക്കെ ഫ്രീ തന്നെയാണ് കാണുന്നത്. നല്ല അടിപൊളി ഡയലുകളാണ്. ഇത്രയേ ഉള്ളൂ ഫ്രീ ആയിട്ടുള്ള. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ 2-3 ഡയലുകളുണ്ട്. അതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ബാക്ക് പോയതിന് ശേഷം ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു നോക്കാം. ഇവിടെ കോണ്ടാക്റ്റ് ഇത് ചെയ്യാനുള്ള സംഭവം കാണിക്കുന്നുണ്ട്. നമുക്ക് കോണ്ടാക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് അതിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും ബാക്കിലേക്ക് പോകണം. ഇവിടെ സ്കാൻ നമ്മളിപ്പോൾ അടിപൊളി ഒരു സൗണ്ടെല്ലാം വന്നിട്ടില്ല, കണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വാച്ച് ഇപ്പോൾ നമ്മൾ എവിടെയും വെച്ച് മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്നില്ല. അപ്പോൾ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡിവൈസിൽ പോയിന്നുണ്ടാൽ ഇപ്പോൾ ഇത് ബെഡിൻ്റെ ഇടയിൽ എവിടെയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സൗണ്ട് ഇങ്ങനെ കാണിക്കൂട്ടാ. അത് പിന്നെ വെതറിൻ്റെ ആ ഒരു ഓപ്ഷനിലേക്കാണ് ഇവിടെ പോകുന്നത്. നമുക്കിതിൻ്റെ ബ്ലൂടൂത്ത് ഇനി ഓണാക്കി കൊടുക്കുമെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ബ്ലൂടൂത്ത് ഓണായിട്ടുണ്ട് കേട്ടോ. അതാ ഓക്കെ, അതിന് ശേഷം ബാക്ക് വരുന്നു. പിന്നെ ക്യാമറ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ആ ഒരു സംഭവത്തിൽ കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ബാക്ക് പോവുക. ഇവിടെ വന്നിട്ട് മെസ്സേജ് നോട്ടിഫിക്കേഷൻ്റെ അത് നമുക്ക് ഓണാക്കി കൊടുക്കാമെന്ന് മാത്രം. ഓക്കെ, നമുക്ക് വീണ്ടും ബാക്ക് വരുന്നു. ഇതെല്ലാം ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ ഹെൽത്ത് മോണിറ്ററേഷൻ ഉണ്ട്. അത് നമുക്ക് ഓണാക്കി കൊടുക്കട്ടോ. ഇത് നമ്മൾ ഓണാക്കി കൊടുക്കുന്നുണ്ടാൽ നമുക്ക് എന്തെങ്കിലും സ്ട്രോക്ക് കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം അത് ഹെൽത്ത് മോണിറ്ററിൻ്റെ ആ ഒരു ഇത് നമുക്ക് കാണിക്കുന്നതാണ്. പിന്നെ നമ്മൾ വെള്ളം കുടിക്കാനുള്ള സംഭവങ്ങൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൂടുമ്പോൾ നമുക്ക് ഇങ്ങനെ വെള്ളത്തിൻ്റെ അത് കാണിക്കണമെങ്കിൽ അത് നമുക്ക് നമുക്ക് അതിൻ്റെ ആ ഒരു സംഭവം ഇങ്ങനെ ഓണായി വരും. അതിനുള്ള സംഭവമാണത്. അലാറം സെറ്റ് ചെയ്യാനുള്ള സംഭവമാണ് കാണിക്കുന്നത്. ഈ പ്ലസ്സിൽ പോവുക, നമുക്ക് അലാറം സെറ്റ് ചെയ്യാം നമുക്ക്. അതിന് ശേഷം നമ്മൾ ബാക്ക് വരുന്നു. ഓക്കെ, പിന്നെ സെറ്റിങ്സാണ് ഇവിടെ കാണുന്നത്. ഇത് നമ്മൾ ഓണാക്കി കൊടുത്തിട്ടുള്ളതാണ്. വാച്ചിൻ്റെ റിസ്റ്റ് ഇതാക്കി കൊടുക്കാനുള്ളത്.
ഓക്കെ. മെസ്സേജ് ഇത് നമുക്ക് ഓഫാക്കി കൊടുക്കാം, ഓഫാക്കി വെക്കാം, ഓണാക്കാം, ഓണാക്കി വെക്കാം. നമുക്ക് നോട്ടിഫിക്കേഷൻ വരാനുള്ളതാണ് വാട്സപ്പിൽ നിന്ന് ഇതിന്നെല്ലാം. പിന്നെ ഈ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ കാലണ്ടറാണ് കാണിക്കുന്നത്. ഓക്കെ. നമ്മൾ വീണ്ടും ബാക്ക് വരുന്നു. പിന്നെ ബിസിനസ് കാർഡ് അതിൻ്റെതെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നുണ്ടാൽ ഇതാ വി ചാറ്റ് ആപ്ലിക്കേഷൻ, അങ്ങനെ ആ ഒരു സംഭവങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടാൽ നമ്മളെ പേര് കാര്യങ്ങളെല്ലാം ഇതിൽ നമുക്ക് മെൻഷൻ ചെയ്ത് വെക്കാമെന്ന് മാത്രം. നമ്മളെ ഫുള്ള് ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ പരമായിട്ടുള്ള സംഭവങ്ങളെല്ലാം അതിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിൽ വന്നിട്ടുണ്ടാൽ ഫിറ്റ്നസ് പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. ഇത് നമുക്ക് ഇവിടെയും അങ്ങനെ തന്നെയാണ്, ഫിറ്റ്നസിൻ്റെ സംഭവങ്ങളാണ് കാണിക്കുന്നത്. കണ്ടില്ലേ, ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടാൽ നമുക്ക് വാൾപേപ്പർ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് അങ്ങനെ വരുന്നു. ഇവിടെ ഈ മോറിൽ പോയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ വെക്കാനുള്ള സംഭവങ്ങളൊക്കെ അതിലും പറ്റും. ഒരുപാട് വാൾപേപ്പറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കിതിൽ നല്ലൊരു അടിപൊളി വാൾപേപ്പർ നമുക്ക് സെറ്റ് ചെയ്യണം. ഈ ഒരു ഗ്രീൻ ടൈൽ ഉണ്ടായിക്കോട്ടെ, ഇപ്പോഴത്തെ മോഡൽ വരുന്ന ആ ഗ്രീൻ ടൈൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അടിപൊളി. നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. നോക്കി നോക്കട്ടെ. അങ്ങനെ 2-3 പ്രാവശ്യം അതിന് ശേഷം ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ വാച്ചിൽ അതിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കി നോക്കാം, ഡൗൺലോഡ് ആവട്ടെ. അങ്ങനെ ഓണായി വന്നിട്ടുണ്ട്. ഓണായി വന്നപ്പോൾ അത് അടിപൊളി, ഒരു രസമില്ലാത്ത സ്റ്റൈലാണ്. അതിൻ്റെ ഉള്ളിലത്തെ ഇതെല്ലാം വർക്കാവുന്നതെല്ലാം കാണിക്കുന്നുണ്ട്. നമ്മൾ ആ റോളക്സ് മോഡൽ ഉണ്ടല്ലോ, ആ ഒരു സംഭവത്തിൻ്റെ നല്ല ഒരു ഗ്രീൻ ടൈൽ, ഈ നല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ടൈൽ തന്നെയാണ്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് കോൺവേഴ്സ് ഡിസ്പ്ലേ എല്ലാം വായി വരുന്നുണ്ടല്ലോ. ആ ഡയലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഡയൽ തന്നെയാണ്. അതുകൊണ്ട് നല്ല ലുക്ക് ഉണ്ട് കാണാൻ കേട്ടോ. അടിപൊളി, സൂപ്പർ, രസമില്ല. അപ്പോൾ ആ ഒരു വാൾപേപ്പറാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് പോയിട്ട് നോക്കി നോക്കാം. ഓക്കെ, നമ്മളിത് വീണ്ടും ബാക്ക് പോകണം. നമുക്ക് ഇനി പിക്ചർ വെക്കാനുള്ള സംഭവം നമുക്ക് നോക്കി നോക്കാം. ഒരുപാട് ഡയലുകൾ വീണ്ടും ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ വരുന്നു, ഇതിൽ വന്നിട്ട് നോക്കി നോക്കാം. നമുക്ക് ഇതിലുള്ള ഇപ്പോൾ ഓൾറെഡി ഉള്ള ആ ഒരു വാൾപേപ്പറുകളാണ് കാണുന്നത്. 6 വാൾപേപ്പറുകളുണ്ട്. ഇവിടെ വരുന്ന നമ്മൾ ഇവിടെ വന്നിട്ട് നോക്കി നോക്കാം. അതിലുള്ള വാൾപേപ്പറുകൾ തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് പിക്ചർ വെക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ള നമുക്ക് നോക്കി നോക്കാം. ഇവിടെ വാച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, പുതിയ അപ്ഡേറ്റ്. അത് നമുക്ക് അപ്ഡേറ്റ് കൊടുക്കണം. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ അത് നമ്മൾ നല്ല അടിപൊളി വാൾപേപ്പറുകളെല്ലാം വെച്ചിട്ട് ഒരുപാട് മോഡൽ വാൾപേപ്പറുകളെല്ലാം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു തന്നെയാണ്. നമ്മൾ വീണ്ടും ബാക്ക് അടിച്ചിട്ട് ഇതാ വാച്ചിൻ്റെ ഇതെല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. മോഡൽ നമ്പർ, കാര്യങ്ങൾ, പിന്നെ ബാറ്ററി ബാക്കപ്പ് എത്ര ഉണ്ടെന്നുള്ള എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ വാച്ചിൻ്റെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ മറ്റു വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.